കുടിവെട്ടുകാരുടെ മോണ്ടോട് ഒളിച്ചോടിയിരിക്കുന്നു. ഞാനും പിള്ളേരും കൂടെ പോയി തിരിച്ച് പിടിച്ചോണ്ട് വന്നാണെന്ന്. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ? നിനക്ക് മനസ്സിലായി കേക്കല്ല, കേക്കായിരുന്നു. നിങ്ങൾ മോള് വല്ലവന്റെ ഒളിച്ചോടി പോയാൽ നിങ്ങളെ മൂത്തമ്മ എന്നോട് കാറിൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടോ. കാറ്റ് തരും കേട്ടല്ലേ? പറഞ്ഞില്ല ഞാൻ യവനെ കൊണ്ട്. മത്തായിയേതാ അച്ഛൻ വരുന്നടാ. ഞാൻ അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ ഇട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണം മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി രണ്ടെണ്ണടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ. എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്വമില്ല, വഴി വിളിച്ച ജീവിതമാണെന്ന് പറയുന്നു കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ വെച്ച് നാളെ എടുക്കും. എന്റെ പ്രമാണം വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? 12ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനാണ്. ബൈബിൾ എടുത്തോളൂ. ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണം. ഭയങ്കര അരച്ച് കലക്കി കൂടിയാണ്. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ അബു ഏതബു? ആദാമിന്റെ മകൻ അബു. എടാ അത് സലീംകുമാറിനോട് എന്നോടാണ് ചോദിക്കുന്നത്. സലീംകുമാറിന്റെ പടത്തിലെ കാര്യം അറിയപ്പാ. പിന്നെ വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നുപോയി. പറന്നുപോയി. അത് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാന് വളരെ സുന്ദരമായ ഒരു അണ്ണാനായിരുന്നു. അത് വളർന്നു വന്നപ്പോൾ അതും എങ്ങോട്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ്. ബൈബിളിലെയാണോ? ബൈബിളിലല്ല, പിന്നെ എന്റേതാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവൻ അതങ്ങ് എടുത്തിട്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തിട്ട് പോയി. ഒരു ഫുള്ള് വാങ്ങി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിക്സറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടാതെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ? അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നു മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോവടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നെ അവിടെ നാറുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന് റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. വിളിക്ക്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാനൊരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയതെന്ന് ചോദിച്ചു. പാടിക്കാണോ മക്കളെ? അതൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. കുത്തി കുത്തി.
കുനുകുന കുത്തി കുനുകുന കുത്തി കുനുകുന കുത്തി കുനുകുന കുത്തി ഇവ പാടി തിരികെ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുനുകുനെ കുത്താനായിട്ട്. ഇവിടെ ഈ പാട്ടോടെ കഴിയുമ്പോ എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലത്തി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ. എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ഛൻ വന്നു. എത്ര നാളായി അച്ഛാ കണ്ടിട്ട്? എടാ അച്ചായൻ അതല്ല, ഞാൻ അച്ചായ. ഇത് ഞാൻ ഒന്ന് പെട്ടിയാ. അച്ഛാ, ഈ പെട്ടി ഞാൻ പൊട്ടിക്കട്ടാ? എടാ ഇതൊന്ന് പിടിച്ചെടുക്കടാ, ഇതിനകത്ത സാധനം. ഓ, അതിനകത്താണ് അച്ഛാ. എന്നാ പിടി, പിടി, പിടി. അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള. എന്റെ അങ്കിളിന് കൊടുക്കണം, അങ്കിളിന് കൊടുക്കണം. പിന്നെ ഒക്കെ പേര് അതെ മറ്റേ ഇതേ ശല്യപ്പെടുത്താതെ അങ്കിളിന് കൊടുക്കണം. അതെ അതെ ശല്യപ്പെടുത്താതെ മൈക്കിൾ. എടി ഞാൻ പറഞ്ഞോട്ടെ. ആ, മൈക്കിൾ! നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു ശല്യപ്പെടുത്തരുത്, ശല്യപ്പെടുത്തരുത്? എന്താ പറ? ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, അതിന്റെ ചോറി പറയാൻ വന്നു. മൈക്കിൾ, അമേരിക്കയിലാണേലും നാട്ടിലാണേലും നിങ്ങൾ കഴുത തന്നെ. അതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആണോ? സമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം ഇവിടെ സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തു. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ അറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിക്കുക. വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കും. അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ നമ്മൾ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇനി വന്ന് അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. പറ. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. കപ്പ തീർന്നു പോവാ. അപ്പ തീർന്നു പോലും കാണാൻ പറ്റില്ലോടി. നമുക്ക് നമ്മുടെ അപ്പം മരിച്ചുപോയത്. എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയി. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിൽ വന്നിട്ട് കപ്പപ്പുഴുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കിൾ വന്നോടാ. മൈക്കിളല്ല, ഫ്ലൈറ്റിലാണ്. മൈക്കിൾ വന്നോന്ന്. അതാപ്പ ഞാൻ വന്നപ്പാ ഈ അതേ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാ മക്കളെ? എന്നാ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാവും. എന്റെ അപ്പത്ത ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപൊളി, അടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഉണ്ടോടാ മക്കളെ? അപ്പത്ത അവിടുത്തെ സ്റ്റാർ ഞാനല്ല. എന്റെ വീട്ടിലൊരു സ്റ്റാർ ഇല്ല, സ്റ്റാർ ഇല്ല. കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. മക്കളെ, നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. കുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മളെ കഴിഞ്ഞ് മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്താണ്? ജെഫ്രി.
അല്ലാതെ റെഫറി ഒന്നും അല്ല ക്രിസ്ത്യൻ തന്നെ ഇങ്ങനെ അവിടെ പുറകെ നടക്കാൻ വേണ്ടി ഞാനില്ല മനുഷ്യ. ആവശ്യമില്ല അവനോട്ട് വഴക്കൂടാൻ പിന്നെ? നിൽക്കുന്നത് കാര്യം നിനക്കറിയോ ഇവൻ ഭയങ്കര റേപ്പാണ്. ആവശ്യത്തിന് കാര്യം പറഞ്ഞില്ല. കാരണവര് എന്നെ പിന്നെ അകത്തേക്ക് വിട്ടല്ലോ. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും ഈ സ്ഥലത്ത് പരിപാടിക്ക്. റേപ്പല്ലെന്ന്. റാപ്പ്, റാപ്പ്, റാപ്പ്. നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. അമ്മയ്ക്കല്ലെന്ന് പാടാം. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു അമേരിക്കയിലേക്ക് എനിക്കൊരു വിസ അറേഞ്ച് ചെയ്തിട്ട് വരട്ടെന്ന്. ആ ചിക്കാഗോ നഗരത്തിലൂടെ ആ ന്യൂയോർക്കിലൂടെ ഒന്ന് തെരുവികളൊന്ന് പാടാൻ വേണ്ടി നല്ലൊരു സാധനം. ആ പെന്റഗൺ തകർന്നതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. നീ ഇനി ആ വിഷമം ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ ഒന്നും പാടില്ല. ഞാൻ വെളിയിലേക്ക് പോകണം. എനിക്കൊന്നും ഒരു ശല്യം അകത്ത് പോയി മിണ്ടാതിരിക്കും. നീ സമയം അപ്പച്ച പിന്നെ ഞാൻ ഇവന് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ പെർഫോമൻസ്? ഇവൻ ഒരു കാര്യം എന്നെ ചെയ്യാൻ സമ്മതിക്കുകയല്ല. ഇല്ലല്ലേ? എല്ലാം അവൻ തന്നെ അങ്ങ് ചെയ്യും. ആണല്ലേ? കൃത്യമായിട്ട് മരുന്ന് കാര്യങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ. എല്ലാം ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തുന്നു. ആണല്ലോ. അപ്പച്ചന്റെ കൊളസ്ട്രോൾ ഒക്കെ എങ്ങനെയുണ്ടാ? കൊളസ്ട്രോള് 430. കൊളസ്ട്രോൾ 430. ഡോക്ടർ പറഞ്ഞ് രാവിലെ എണീറ്റൊന്ന് ഓടണം. എന്നിട്ട് ഓടുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ഓടുന്നില്ല. ഓടുന്നില്ലേ? ഇല്ല, അതല്ല അപ്പച്ച ഓടാത്തെ. എന്റെ പൊന്നോക്കെ അപ്പച്ചന്റെ ഈ 2 മുട്ടും കണ്ട ഇതൊക്കെ വെച്ചോണ്ട് അപ്പച്ചന് ഓടാൻ പറ്റൂലെന്ന്. അപ്പച്ചന്റെ കാര്യം- കാലിന് വേദന നിൽക്കറിയാൻ പാടില്ലേ? ആ. അപ്പച്ചന് പറ്റില്ലെങ്കിൽ നീ ഓടണം. കാലത്ത് എഴുന്നിട്ട് നീ ഓടണം. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്നെ കാണിക്കണം. ആണോ? ആ ശരി, ഞാൻ നാളെ മുതൽ ഓടാം. നാളെ പോലെ ഓടണം. എടാ ഇതിപ്പോ എത്ര എണ്ണം ഉണ്ടോ? ഇപ്പൊ 4 8 പേരുണ്ട്. 8 എന്തായാലും ഒരു കാര്യം ചെയ്യ്. അവരെ കാത്തോണ്ട് കൂട്ടിരിച്ച് എല്ലാം കൊടുക്കും. വാ, വാ, വാ. എല്ലാം പോയി. എല്ലാം കുടിച്ചിട്ട് പോയി. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കേക്ക് മുറി. കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. ഇത് ബർത്ത്ഡേ അല്ലേ? പപ്പ എന്നെ മുറിച്ചു. അതെ. ഉമ്മല്ല കൊളസ്ട്രോൾ കൂടുന്നു, മനസ്സിലായി? കാർട്ടൂണിൽ ഉറുമ്പിന്റെ മുഖം വെച്ചിട്ട് പുള്ളി എന്നെ കാണിക്കണേ. ആ, ശരി ശരി. 1 2 3 4 5 6 7. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല കാര്യമുള്ള സാന്താക്ലോസ് ഒക്കെ അനുഗ്രഹിക്കാറ് എന്നെ കാലം പിടിക്കണം. അവൻ അമേരിക്കയിൽ നിന്നുണ്ടായിരിക്കും വല്ല ആ കൊടുക്കാൻ. സാന്താക്ലോസ് അവിടെ നിന്നേ. അവിടെ നിന്നേ. എന്നാടാ എന്താണ്? അയ്യോ അപ്പച്ചാ, ദേ ഇത് ആരാ നോക്കി? നമ്മളെ പെങ്ങള് ശോശന്യ. ശോശന്യ. ഇത് ശോശന്യാണെങ്കിൽ ഇത് കുഴിവെട്ടുകാരന്റെ മോൻ സോളമനായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന പാപമാണ്. എന്നാ സമാനം നീ ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തോട്ടിയും വെച്ചോണ്ട് നടന്നു. എടാ നമ്മളെ പെങ്ങളെ നമ്മൾ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി. അന്ന് കണ്ടവളോടൊപ്പം എന്റെ പെണ്ണൊളിച്ചോ എന്റെ കുടുംബത്തിൽ മുഖത്തവൾ കരിവാരി തേച്ചിട്ടേ പോകുന്നു. അമ്മേ 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 അമ്മേ. ഇതിനിടയ്ക്ക് നീട്ടി ആയെന്ന് പിളർന്നു പിടിച്ച ഈ തറയാനകത്ത് ഈ മേലെ ഈ ഞാൻ അമേരിക്ക തിരിച്ചു പോണവരെ പാടിയാ. കറിയപ്പാപ്പ, ഞാൻ പറയുന്ന ഒന്ന് കേസ്. കറിയപ്പാപ്പന്റെ മകൻ അമേരിക്കയിലാണ്. പറഞ്ഞോട്ടെ മൈക്കിലെ. ഒരു മകൻ അമേരിക്കയിലെ, ഒരു മകനോട് പാട്ടും പാടി തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. നോക്കാൻ നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരനാണ്. ഒരു ഉത്തരവാദിത്വം 24 മണിക്കൂർ വെള്ളമടിച്ച് നടക്കുന്നു. കറിയപ്പാപ്പനെ വീട്ടിൽ സംരക്ഷിക്കാനും നോക്കാനും ഒരു കുട്ടി വേണ്ടേ? വെള്ള സമയത്ത് ഒരു കുട്ടി വേണ്ടേ? അപ്പോൾ ഒരു കാര്യം ഇവരുടെ വിവാഹം നടത്തി കൊടുക്കും. കറിയപ്പാപ്പന് വയസ്സുകാലത്ത് നോക്കാൻ ആളായില്ലേ? നിനക്ക് ശോശനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ, ശോശനെ കൊണ്ടുപോയി. എങ്കിലൊരു കാര്യം ചെയ്യാം. വരുന്ന ന്യൂ ഇയറിന് ഇവരുടെ വിവാഹം നമുക്ക് മംഗളകരമായിട്ട് അങ്ങ് നടത്തി കൊടുക്കാം. നടക്കില്ല ന്യൂ ഇയറിന് നടക്കില്ല. ജനുവരി 1 നടത്താം. ഒന്നിനും നടക്കില്ല. 1 നടത്താം.
എന്തായാലും രണ്ടിനാളും എന്റെ റാപ്പ് ഉണ്ടാവും, അത് ഉറപ്പ്. എന്റെ ജാക്സ നിന്റെ റാപ്പ് വേണ്ട, ഇവിടെ ആ കരോള് തന്നെ ഒന്നുകൂടെ ഒന്ന് പോയാൽ മതി. എന്ത് കുളിർമയത്.